മലയാള സിനിമാ ലോകത്ത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. സിനിമാ ജീവിതത്തിൽ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങൾ അക്കമിട്ട് പറയാൻ നടിമാർക്കും വനിതാ ജീവനക്കാർക്കും ഊർജം പകർന്ന ഒരു രീതിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ. മുതിർന്ന ഒരു താരമെന്നോ ജൂനിയർ ആർട്ടിസ്റ്റെന്നോ ഭേദമില്ലാത്ത പലരും തങ്ങളുടെ ദുരനുഭവം പറയാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നടി ശോഭനയുടെ കാര്യവും വ്യത്യസ്തമല്ല. 31 വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോഴും വിജയ ചിത്രം തന്നെയാണ്. ശോഭനയെ മലയാള സിനിമയുടെ എന്നിന്റെ സാന്നിധ്യം എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നലകളിലെ ഹിറ്റുകൾക്ക് ഉടമയാണവർ. സിനിമയേക്കാൾ ഏറെ നൃത്തത്തെ സ്നേഹിക്കുന്ന മനസ്സാണ് ശോഭനയുടേത്. എണ്ണം പറഞ്ഞ നൃത്ത പരിപാടികളിൽ ശോഭനയുടെ നൃത്തം ഒഴിച്ചുകൂടാൻ കഴിയാതെയായി മാറിക്കഴിഞ്ഞു. ചെന്നൈയിലെ തന്റെ സംഗീതത്തിൽ പുതുതലമുറയ്ക്ക് നൃത്ത ചുവടുകൾ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് ശോഭന. മലയാള സിനിമയിൽ പ്രത്യേകം ക്ഷണം ലഭിച്ചാൽ ശോഭന അഭിനയിക്കും. അങ്ങനെ പിറന്ന ചിത്രമാണ് വരഞ്ഞ ആവശ്യമുണ്ട്. അങ്ങനെയിരിക്കെ സിനിമാ ജീവിതത്തിൽ ശോഭന നേരിട്ട ഒരു ദുരനുഭവം വേണ്ടത്ര തീവ്രതയോടെ കാണേണ്ടതുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശോഭന നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുണ്ടായ വെളിപ്പെടുത്തലുകൾക്കും വളരെ മുൻപേ സിനിമാ ലോകത്ത് സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ താരം ശോഭനയാണ്. ഒരിക്കൽ സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ ഇടപെടൽ മൂലം തനിക്ക് നല്ല രീതിയിൽ വേഷം മാറാൻ കാരവാനിൽ സ്ഥലം ലഭിച്ച കാര്യം ശോഭന പറഞ്ഞിരുന്നു. ഗുജറാത്തിലായിരുന്നു ഇത് നടന്നത്. മറ്റൊരു സന്ദർഭത്തിലും നടിക്ക് മോശം അനുഭവമുണ്ടായി. സിനിമയിൽ അഭിനയിക്കാൻ നേരം ദുപ്പട്ട ധരിച്ചു നിന്ന ശോഭനയിൽ നിന്നും ആ ദുപ്പട്ട നിർബന്ധപൂർവ്വം എടുത്തുമാറ്റിയ ഒരു നിമിഷത്തിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. അത് ഷോക്ക് ഏൽപ്പിച്ചുവെന്നും താരം പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുൻപ് സിനിമാ ജീവിതത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ വേളയിൽ ശോഭന നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ വിവരം പുറത്തു വന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന കാര്യത്തിൽ ശോഭനയ്ക്ക് ഇപ്പോഴും വ്യക്തതയില്ല. തമിഴ് സിനിമയിൽ ആദ്യമായി അഭിനയിക്കാൻ പോയതായിരുന്നു ശോഭന അന്ന്. ഇത് സ്ത്രീകളെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണോ എന്ന ചോദ്യത്തിന് ആ ചെയ്തത് പുരുഷനല്ല സ്ത്രീയായിരുന്നു എന്നായിരുന്നു പ്രതികരണം. ഒരു പുരുഷന് വന്ന അത്രയും സ്വാതന്ത്ര്യത്തോടെ തന്റെ ദുപ്പട്ട എടുത്തു മാറ്റാൻ സാധിക്കുമോ എന്നും ശോഭനയുടെ മറുചോദ്യമുണ്ട്. അമ്മ, ഈ ദുപ്പട്ടയൊന്നും വേണ്ട എന്ന് ഒരു സ്ത്രീ തന്റെ അടുക്കൽ പറഞ്ഞതിനാൽ ഈ വിഷയം അക്കാലത്ത് ലഘൂകരിക്കപ്പെട്ടു പോയതായി ശോഭന ഓർക്കുന്നു. അതിനുശേഷം ഒട്ടനവധി തമിഴ് സിനിമകളിൽ ശോഭന വേഷമിട്ടു. നടൻ രജനികാന്തിന്റെ നായികയായും ശോഭന അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങിയാണ് ശോഭന. അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാകും. ഒട്ടേറെ വിജയ ചിത്രങ്ങളിലെ ജോഡികളായിരുന്നു മോഹൻലാലും ശോഭനയും. ഭാര്യ ഭർത്താക്കന്മാരുടെ വേഷത്തിലാണ് ഇവർ രണ്ടുപേരും പുതിയ ചിത്രത്തിൽ വേഷമിടുക. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമാ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ സജീവ സാന്നിധ്യമാണ് നടി. You're watching me You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.